അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. അബ്ദുള്ള അബ്ബാസിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ച് വീഡിയോ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. എന്ന് വെച്ചാൽ സത്യസന്ധത ഇല്ലാത്ത ഒരാളാണ്, അതേപോലെ തന്നെ നിലപാടില്ലാത്ത ആളാണ്. അപ്പൊ ഈ അടുത്ത് തമ്മിൽ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ അബ്ദുള്ള അബ്ബാസിൽ പങ്കെടുത്ത ഒരു വിഷയം, ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അബ്ദുള്ള അബ്ബാസിൽ അവിടെ പരിപാടിക്ക് പോയത് മുതൽ അതിനെക്കുറിച്ച് അബ്ദുള്ള അബ്ബാസിൽ തന്നെ പിന്നെയും അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും മതി വരാത്ത ഒരവസ്ഥ. അഹങ്കാരം പറയല്ലോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കാരണം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാത്രം 2 വീഡിയോ ചെയ്തു. അതിനുശേഷം അദ്ദേഹം മറ്റാളുകൾ വിളിച്ചിരുത്തിട്ട് വേറെ 2 വീഡിയോ ചെയ്തു. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില അഭിപ്രായങ്ങൾ നമ്മൾ ബഹിരാകാശം കടന്ന് യാത്ര പോകും. സ്വാഭാവികം. അങ്ങനെ വരുമ്പോ അവിടെ അതൊന്ന് ഭൂമിയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് തിരിച്ച് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാടൊക്കെ അബ്ദുള്ള ബാസിൽ പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, ഇനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം? ഞാൻ ബാസിലിനോട് പ്രാഥമികമായിട്ട് ചോദിക്കാണ്, ശരിക്കും ബാസിലെ നിങ്ങൾ ആരാണ്? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? നിങ്ങൾ പല്ല് ഡോക്ടറാണോ അതോ നിങ്ങൾ ബയോളജി മാഷാണോ? നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. അപ്പൊ എന്താണ് ഇപ്പൊ ബയോളജി മാഷ്ക്ക് കുട്ടികളോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്നൊരു കൗതുകത്തിന് ഞാൻ ആ വീഡിയോ കണ്ടു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. അതിന് അദ്ദേഹം പറയുന്നത് SKNനും അതേപോലെയുള്ള അവിടെ തമ്മിൽ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഒരുപാട് സയൻസും ശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ പറഞ്ഞപ്പോ SKNനും അവിടെ ഉണ്ടായിരുന്ന മറ്റു ആളുകളും ചേർന്നിട്ട് അബ്ദുള്ള അബ്ബാസിന് ഒരു പേരിട്ട് കൊടുത്തു, ബയോളജി സാർ എന്ന്. എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടുകൊണ്ടു. SKNനും പരിപാടിയിൽ പങ്കെടുത്ത മറ്റാൾക്കാരും ഒക്കെ ചേർന്ന് അബ്ദുള്ള അബ്ബാസിന് ഇട്ട് കൊടുത്ത പേരാണ് ബയോളജി സാർ. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇങ്ങനെ ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. അപ്പൊ എനിക്ക് അതിനകത്തൊരു പന്തിയോട് തോന്നി. മാത്രമല്ല അബ്ദുള്ള അബ്ബാസിന്റെ മുൻ സ്വഭാവം വെച്ചിട്ട്, ഇതുവരെയുള്ള സ്വഭാവം വെച്ചിട്ട് അബ്ദുള്ള അബ്ബാസിൽ നുണ പറഞ്ഞിരിക്കാനുള്ള നല്ല സാധ്യത ഉണ്ട്. നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ, പിന്നെ പ്രത്യേകിച്ച് നിന്നെ. അബ്ദുള്ള അബ്ബാസിൽ അവിടെ ചെന്ന് പറഞ്ഞ ബയോളജിയും സൈക്കോളജിയും സോഷ്യോളജിയും ഡെന്തോളജിയും എല്ലാം കൂടെ പറഞ്ഞു കേട്ടിട്ട് SKNനും പരിപാടിയിൽ പങ്കെടുത്ത മറ്റാൾക്കാരും ഒക്കെ ചേർന്ന് അബ്ദുള്ള അബ്ബാസിന് ഇട്ട് കൊടുത്ത പേരാണ് ബയോളജി സാർ. ഞാനൊരു ബയോളജി അധ്യാപകനാണ്. എങ്ങനെ ഇരിക്കണം? പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് ഞാനൊരു ബയോളജി അധ്യാപകനാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഞാനൊരു ബയോളജി അധ്യാപകനാണ്. മുതലെടുക്കണേണ സജി കൊതിയുണ്ടാടാ. ബയോളജി സാറാണ്, ഞാനൊരു ബയോളജി അധ്യാപകനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ മണ്ടത്തരങ്ങൾ, പൊട്ടത്തരങ്ങൾ, തട്ടിപ്പ്, തരികിട മനസ്സിലായ ആൾക്കാര് പരിഹസിച്ച് വിളിച്ചതാണ് ബയോളജി സാറേ എന്ന്. ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തമാശക്ക് കോമഡി. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഏതർത്ഥത്തിലാണ് ഇവർ സാറേ എന്ന് വിളിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ്, വകതിരിവ് അബ്ദുള്ള അബ്ബാസിന് ഇല്ല. സൗകര്യത്തിൽ ഒരു ആല് മുളച്ചാൽ അതൊരു തണലാക്കിയില്ലെങ്കിൽ പിന്നെ ആലഞ്ചേരിലെ ഇളമുറക്കാരെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പ്രയോജനം? അതല്ലെങ്കിൽ അവിടെ ആല് മുളച്ചാല് അതൊരു അലങ്കാരമാണ് എന്ന് അബ്ദുള്ള അബ്ബാസിൽ തീരുമാനിച്ചു. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ബയോളജി ശാസ്ത്രം കേട്ടിട്ട് അവരെല്ലാരും കൂടി എനിക്ക് ഇട്ട് തന്നൊരു പേരാണ്, സ്നേഹത്തോടെ ഇട്ട് തന്നൊരു പേരാണ് ബയോളജി സാറ്. അതുകൊണ്ട് ഞാൻ അതത് സ്വീകരിക്കുന്നു. എന്തൊരു വിനയം, എന്തൊരു ഭവ്യത. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഇനി ബയോളജി സാറ് എന്താ? ബയോളജി സാറ് കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്.
7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഉള്ള കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 12 പേരും 13 പേരും ഒക്കെ പങ്കെടുക്കുന്ന ലൈവ് ക്ലാസ് റൂം സെഷനിൽ ഇരുന്നു കൊണ്ട് അവരുടെ കഷ്ടകാലം. അബ്ദുൾ അബ്ബാസിൽ ബയോളജിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതാണ് ബയോളജി സാർ. പറഞ്ഞപ്പോ ആൾക്കാർ വിചാരിച്ചെന്ന് ഏതോ കോളേജില് ബയോളജി ലെക്ചറർ ആണ് എന്നാണ്. അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ. ഈ ബയോളജി മാഷിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് ബയോളജി മാഷ് ക്ലാസ് എടുക്കുന്ന രംഗം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അയാൾ കുറെ ചിരിച്ചു എന്നിട്ട് ഞാൻ കുറെ ചിരിച്ചു. എന്റെ കുട്ടി ബയോളജി ട്യൂഷൻ ഇരുന്നപ്പോ മാഷെ കണ്ട് ഞാൻ കുറെ ചിരിച്ചു. നിങ്ങൾ കുറച്ച് ചിരിക്കുന്നു എന്ന് എനിക്ക് അയച്ചു തന്നതാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.